ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? അത് നമ്മുടെ ചാപ്റ്റർ തീർക്കണ്ടേ? അരിത്മെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ ഫുള്ളി ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. എന്നാലും എൻ്റെ സമ്മറി ഇതാണ്. ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് 10 സെൻറ്റിമീറ്റർ. ഇതുണ്ടോ? ഇതിവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1 2 3 4 5 6 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ് ഒരു പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ ഹൈറ്റ്? ഹൈറ്റ് ഇത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന ഓരോന്നും 17.5. ഇതെത്രയാണ്? 17.5. ഈ ഹൈറ്റാണ് കേട്ടോ. 17.5. ഇവിടെയുണ്ട് 17.5, ഇവിടെയുണ്ട് 17.5. ഈ 17.5 ഇവിടെ കയറി കഴിഞ്ഞാൽ ആളിവിടെ എത്തും. മനസ്സിലായേ? അങ്ങനെയാണെങ്കിൽ ഹൗ ഹൈ ആഫ്റ്റർ ക്ലൈംബിങ് ഈ സ്റ്റെപ്പ്? ഒരാൾ ഓരോ സ്റ്റെപ്പും കയറുവാണെങ്കിൽ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ എത്ര ദൂരം, എത്ര ഉയരത്തിലായിരിക്കും? ആ കിട്ടിയതിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നറിയാമോ? ഹൈ ഫ്രം ഗ്രൗണ്ട് ക്ലൈംബിങ് അപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം നിങ്ങൾ അങ്ങനെ എഴുതണേ. ഹൈ ഫ്രം ഗ്രൗണ്ടിൽ നിന്നുള്ളതല്ലേ ചോദിച്ചേക്കുന്നത്? ഹൈ ഫ്രം ഗ്രൗണ്ട് ആഫ്റ്റർ ക്ലൈംബിങ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുമ്പോൾ എത്രയായി? ഇതാണ് ഗ്രൗണ്ട്. കണ്ടോ? ഇത് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് കയറി ഒരാൾ ഇവിടം വരെ എത്തി. അപ്പൊ എത്രയായി? ഇപ്പൊ ഹൈറ്റ് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്? 10 സെന്റിമീറ്റർ ആണോ? ഇനി ഹൈ ഫ്രം, ഞാൻ സ്റ്റെപ്പ് ഫുൾ എഴുതണം, നിങ്ങൾ എഴുതണം. ഹൈ ഫ്രം ഗ്രൗണ്ട് ആഫ്റ്റർ ക്ലൈംബിങ് സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടുന്ന് 10 ഇങ്ങോട്ട് കയറി, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഇതല്ലേ ഇത്? അപ്പൊ ഇവിടുന്ന് കയറി ഈ സ്റ്റെപ്പിലോട്ട് വന്നു. ഇതല്ലേ സെക്കൻഡ് സ്റ്റെപ്പ്? ഇത് വരുമ്പോഴത്തേക്ക് എത്രയും കൂടെ ആഡ് ചെയ്യാനുണ്ട്? ഈ ഉയരം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് എത്രയാണ്? 17.5. അപ്പൊ ആ 10ന്റെ കൂടെ ഈ 10ന്റെ കൂടെ ഒരു 17.5 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 27.5 സെന്റിമീറ്റർ. ഇനി ഹൈ ഫ്രം ദ ഗ്രൗണ്ട് ആഫ്റ്റർ ക്ലൈംബിങ്, ഓരോന്ന് ചുമ്മാ എഴുതിയാൽ മതി, ഓരോന്ന് കൂട്ടി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇതേ വരണം. അപ്പം ഇവിടം വരെ എത്രയുണ്ട്? ഇപ്പം 27.5 ആയി ഇവിടം വരെ കയറിയപ്പം. അപ്പൊ അടുത്ത 17 പ്ലസ് 17.5 കൂടെ ആഡ് ചെയ്യുക. ആൻസർ എത്ര കിട്ടും? 10 ഇഷ്ടം 1, 14, 5 ഇഷ്ടം 1. അല്ലല്ലോ, സോറി, ഇവിടെ ആയില്ലേ പോയിന്റ് വരുന്നേ. ഇഷ്ടം 1, 15 ഇഷ്ടം 1, 4. അപ്പോൾ 45.0 എന്ന് പറഞ്ഞാൽ 45 സെന്റിമീറ്റർ. ചുമ്മാ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതുപോലെ ആഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതെ. ഹൈ ഫ്രം ദ ഗ്രൗണ്ട് ആഫ്റ്റർ ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ ഈ 45ന്റെ കൂടെ വേണം ആഡ് ചെയ്യാൻ. ഇവിടെ വരെ ഇതല്ലേ ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ ഒരു 17.5 കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇനി അതൊന്ന് ശ്രദ്ധിക്കണേ. 45ഉം 17.5 ആഡ് ചെയ്യുന്ന ഇവിടെയാണ് കേട്ടോ. കണ്ടോ? ഇങ്ങനെ വേണം ആഡ് ചെയ്യാൻ. 17.5 ഇത് പൂർണ്ണസംഖ്യയാണ്. 45. അപ്പൊ 17.5 പോയിന്റുള്ളത് വരുമ്പോൾ അതൊക്കെ അറിയാം. എന്നാലും ഞാൻ ചെന്ന് കാണിച്ചതേ ഉള്ളൂ. 5 ഇഷ്ടം 1, 62.5 സെന്റിമീറ്റർ. ഇപ്പൊ എത്ര വരെ ആയുള്ളൂ? ഫോർത്തേ ആയുള്ളൂ. ഫോർത്ത്, ഫിഫ്ത്ത് ഉണ്ട്, സിക്സ്ത് ഉണ്ട്. അടുത്ത ക്ലൈംബിങ് ആഫ്റ്റർ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ 62.5ന്റെ കൂടെ 17.5 ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 0 ഇഷ്ടം 1, 0 ഇഷ്ടം 1, 80.0 എന്ന് പറഞ്ഞാൽ 80 സെന്റിമീറ്റർ. നമ്മൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ മക്കളെ? വെറുതെ നിങ്ങൾ ആഡ് ചെയ്യുമല്ലേ, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അടുത്ത ഫിഫ്ത്ത് സ്റ്റെപ്പിൽ കയറുമ്പോൾ 80യോടുകൂടി വേണം നമ്മൾ അടുത്ത 17.5 ആഡ് ചെയ്യാൻ. അപ്പം എത്ര വരും? 5, 7, 97.5 സെന്റിമീറ്റർ. എല്ലാ സ്റ്റെപ്പും കയറിയില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, ഫിഫ്ത്ത്, സിക്സ്ത് കയറി. കേട്ടോ? ഇതാണ് ആൻസറുകൾ കിട്ടിയത്. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ 10 ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത 17.5 കൂട്ടുക. അതിനോട് ആ കിട്ടിയ ആൻസർ ആണ് അടുത്ത 17.5 കൂട്ടുക. അങ്ങനെ എഴുതുക. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ സീക്വൻസ്. അപ്പൊ സീക്വൻസ് എല്ലാം നമുക്ക് കിട്ടിയ ആൻസർ എല്ലാം കൂടെ എടുത്ത് സീക്വൻസ് പോലെ എഴുതുക. ആദ്യം എത്ര കിട്ടിയ? ആദ്യം 10 ആയിരുന്നു അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് കയറിയപ്പോൾ 10, 27.5, പിന്നെ എത്രയാണ്? 45. അടുത്തത് കിട്ടിയത്
62.5, പിന്നെ 80, പിന്നെ 97.5. ഇതിനി അത്രയേ ഉള്ളൂ ഇവിടെ സ്റ്റെപ്പ്. കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്കത് തുടർന്ന് പോകുന്നതായിരുന്നു. മനസ്സിലായോ? ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇതുപോലത്തേക്ക് വരും. നിങ്ങൾക്കിത് അറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയാണ് ആ സീക്വൻസ് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. നിങ്ങളത് ഈസി ആയിട്ട് അത് പഠിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.